നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് സമയം വേണ്ട ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. Then first question, the public finance deal with the financial management of dash. അല്ലെ, പബ്ലിക് ഫിനാൻസ് എന്താണ് ഡീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്. ഇൻഡിവിജ്വൽ അല്ലെ പേഴ്സണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൗസ് ഹോൾഡ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ? ഓപ്ഷൻ 2, ദ പ്രൈവറ്റ് കോർപ്പറേഷൻസ്, പ്രൈവറ്റ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഫർമേഷൻസ് ആണോ? നാലാമത്തെ ഓപ്ഷൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പബ്ലിക് ഫിനാൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. അല്ലെ, ടൈപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. ടൈപ്പ് ഓഫ് ഫിനാൻസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം ഫിനാൻസുകൾ ഉണ്ട്. അതിൽ കുറച്ച് കാര്യം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ പേഴ്സണൽ ഫിനാൻസ്? എന്താണ് പേഴ്സണൽ ഫിനാൻസ്? The managing individual financial resource including budgeting, savings, investment and managing debt. അപ്പൊ പേഴ്സണൽ ഫിനാൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ മാനേജ്മെന്റ്, അതിനകത്ത് ബഡ്ജറ്റിംഗ് വരുന്നു, സേവിങ്സ് വരുന്നു, ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ദെൻ ഡെപ്റ്റ് മാനേജ്മെന്റ് വരുന്നു. ഇതൊക്കെ അടങ്ങുന്നതാണ് പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോർപ്പറേറ്റ് ഫിനാൻസിലോട്ട് വന്നാലോ? ദ മാനേജിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ ബിസിനസ് ഇൻക്ലൂഡിംഗ് ഫണ്ടിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് മാനേജിംഗ് റിസ്ക്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സോഴ്സ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, അല്ല അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് ഒക്കെയാണ് കോർപ്പറേറ്റ് ഫിനാൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് ഫിനാൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമത് എന്താണ്? മാനേജിംഗ് ഗവൺമെന്റ് റവന്യൂ, എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെപ്റ്റ് ഇൻക്ലൂഡിംഗ് ടാക്സേഷൻ, ബഡ്ജറ്റിംഗ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ്, അതുപോലെ ടാക്സേഷൻ, ബഡ്ജറ്റിംഗ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇന്റർനാഷണൽ ഫിനാൻസ്, പേര് പറയുന്ന പോലെ തന്നെ എന്താണ്? ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ആയിരിക്കും. ദ മാനേജിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അക്രോസ് ദ ബോർഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് ഫിനാൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർനാഷണൽ ഫിനാൻസിലോട്ട് കൊണ്ടുവരാം. അടുത്ത എന്താണ്? ബിഹേവിയർ ഫിനാൻസ് ആണ്. ബിഹേവിയർ ഫിനാൻസ് എന്താണ്? ദ സ്റ്റഡിങ് ഹൗ ദ സൈക്കോളജിക്കൽ ബേസിസ് ഇൻഫ്ലുവൻസ് എ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഫിനാൻഷ്യൽ ഡിസിഷൻ എങ്ങനെ നമ്മളെ സൈക്കോളജിക്കലി അസസ് ചെയ്യുന്നു, അല്ലെ സൈക്കോളജിക്കലി എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബിഹേവിയർ ഫിനാൻസിനകത്ത് പറയുന്നത്. ചില ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ എന്താണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ചില ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് ചില ഇമോഷൻസ് ആയിരിക്കും. നമ്മൾ എന്താണ് ചാരിറ്റി കൊടുക്കുന്നു, അല്ലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സേവിങ്സ്, ഇതിനകത്തൊക്കെ എന്താണ് നമ്മുടെ ഇമോഷൻസ് ഉണ്ട്. നമ്മുടെ ബിഹേവിയർ ഫിനാൻസ് ആണ്. ചിലർ ധാരാളം പൈസ എന്താണ് ചാരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്താണ്? ബിഹേവിയർ ഫിനാൻസ് ആണ്. എന്നാൽ മറ്റു ചിലര് റിസ്ക് കൂടുന്ന സ്ഥലങ്ങളിലായിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റു ചിലര് റിട്ടേൺ കൂടുന്ന സ്ഥലങ്ങളിലായിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റു ചിലർ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ബിഹേവിയറിലാണ്, ഓരോരുത്തരുടെയും സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാം. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് ആണ്. ദ മാനേജിംഗ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് ഇൻക്ലൂഡിംഗ് അസറ്റ് അലോക്കേഷൻസ്, റിസ്ക് മാനേജ്മെന്റ്, പെർഫോമൻസ് ഇവാലുവേഷൻ എക്സെട്ര. ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ദ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് അലോക്കേഷൻസ് നടക്കുക. ഇതൊക്കെയാണ്. അടുത്ത സോഷ്യൽ ഫിനാൻസ് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ദ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദ ടൂൾസ് അച്ചീവ് എ പോസിറ്റീവ് സോഷ്യൽ എൻവയോൺമെന്റൽ ഔട്ട്കംസ്. എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള അക്കൗണ്ട്സുകൾ, അല്ലെ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫിനാൻസുകളാണ് നമ്മൾ സോഷ്യൽ ഫിനാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഫിനാൻസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനോട് തിരിച്ചു വരാം. നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? ദ പബ്ലിക് ഫിനാൻസ് ഡീൽ വിത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് ഡാഷ്. പബ്ലിക് ഫിനാൻസ് ഇതിൽ എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡ് നമ്മളിപ്പം കണ്ടു. ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡിനെ ഡീൽ ചെയ്യുന്നത് പേഴ്സണൽ ഫിനാൻസ് ആണ്. പ്രൈവറ്റ് കോർപ്പറേഷന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ബിസിനസ് ഫിനാൻസ് ആണ്, അല്ലെ കോർപ്പറേറ്റ് ഫിനാൻസ് ആണ്, അല്ലെ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് കൂടുതലും സോഷ്യൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ ഏതാ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് അക്കൗണ്ടുകളെല്ലാം ഏത് കാറ്റഗറി വരുന്നതാണ്? പബ്ലിക് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമുക്കിത് ഓപ്ഷൻ നോക്കിയേ. ദെൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദ പബ്ലിക് ഫിനാൻസ് ഡീൽ വിത്ത് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്.
അപ്പൊ 4 ഓപ്ഷനെ കുറിച്ച് നമുക്കൊരു ധാരണയായി. ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡ് പേഴ്സണൽ ഫിനാൻസിൽ പോകുന്നു. പ്രൈവറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫിനാൻസിൽ പോകുന്നു. ദെൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അക്കൗണ്ട്സ് പബ്ലിക് ഫിനാൻസിൽ പോകുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സോഷ്യൽ ഫിനാൻസിലോട്ട് മാറുന്നു. സോ ഓക്കെ, ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഫിനാൻസ് ഇൻവോൾവ് ദ പ്ലാനിങ്, റൈസിംഗ്, കൺട്രോളിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫ് ഫണ്ട് യൂസ് ഇൻ ബിസിനസ്? ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഫണ്ടിനെ പറ്റി പ്ലാൻ ചെയ്യുക, അത് റൈസ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഇത് ഏത് ടൈപ്പ് ഓഫ് ഫിനാൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പബ്ലിക് ഫിനാൻസ്, സോഷ്യൽ ഫിനാൻസ്, ദെൻ പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ബിസിനസ് ഫിനാൻസ്. സോ ഓൾറെഡി നമ്മൾ ടൈപ്പ് ഓഫ് ഫിനാൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. യെസ്, അതിന്റെ ആൻസർ എന്താണ്? വാട്ട് ഈസ് ബിസിനസ് ഫിനാൻസ്? ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ദ ബിസിനസ് ഫിനാൻസ് റെഫേഴ്സ് ടു the management of financial resources and activities of a business organization to achieve its goal and objectives. It involves planning, organizing, directing, controlling of financial resources to raise a capital. Funding വരുന്നു. Investment in asset, the manage cash flow, liquidity, then control cost, expense management and optimize return, profitability. സോ ഇതെല്ലാം അടങ്ങുന്നതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വിച്ച് ഓഫ് ദ ടൈപ്പ് ഓഫ് ഫിനാൻസ് ഇൻവോൾവ് ഇൻ പ്ലാനിംഗ്, റൈസിംഗ്, കൺട്രോളിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഫണ്ട് യൂസ്ഡ് ഇൻ ബിസിനസ്? ദ റൈറ്റ് ആൻസർ ഈസ് ദ ബിസിനസ് ഫിനാൻസ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. Which type of finance involve managing the finance activities of education institutions and charity? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെ ചാരിറ്റി ആയിട്ടുള്ള ബിസിനസ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ 3 എണ്ണം: പേഴ്സണൽ ഫിനാൻസ്, സോഷ്യൽ ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ് ആൻഡ് പബ്ലിക് ഫിനാൻസ്. എന്തായിരിക്കും ആൻസർ? ആൻസർ ഈസ് സോഷ്യൽ ഫിനാൻസ്. Social finance refers to the use of financial resource, instruments and the tool to achieve the positive social or environmental outcomes alongside the financial returns. It involves the application of financial expertise and the innovations to address social issues such as poverty, inequality, education, healthcare and the environmental sustainability. സോ സോഷ്യൽ ഫിനാൻസ് അപ്പൊ എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോവേർട്ടിയെ അഡ്രസ് ചെയ്യുന്ന, ദെൻ ഇൻഇക്വാളിറ്റി അഡ്രസ് ചെയ്യുന്ന, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഡീലിംഗ്സുകളെ നമുക്ക് എവിടെ വിളിക്കാം? സോഷ്യൽ ഫിനാൻസിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിൽ നിന്ന് പൈസ എന്താണ് നമുക്ക് മറ്റ് അലോക്കേഷൻസ് നടത്തുക, അതുവഴി നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് സോഷ്യൽ ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കുക. ഇതിനൊക്കെ നമുക്ക് സോഷ്യൽ ഫിനാൻസ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ടൈപ്പ് ഓഫ് ഫിനാൻസ് ഇൻവോൾവ് മാനേജിംഗ് ദ ഫിനാൻസ് ആക്ടിവിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റീസ്? ദ റൈറ്റ് ആൻസർ ഈസ് സോഷ്യൽ ഫിനാൻസ്. ഓക്കെ, അപ്പൊ 4 കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ധാരണയായി. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ ഫിനാൻസ് എന്ന് പറയുന്നത് ദെൻ ചാരിറ്റിയുമായിട്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട, ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന കോർപ്പറേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ യൂണിയൻ ബഡ്ജറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഫിനാൻസ്? യൂണിയൻ ബഡ്ജറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സിമ്പിൾ ആണ്. കാരണം യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ: പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ്, സോഷ്യൽ ഫിനാൻസ് ആൻഡ് പബ്ലിക് ഫിനാൻസ്. എന്തായിരിക്കും ആൻസർ? പബ്ലിക് ഫിനാൻസ്. The public finance, the managing central and state government revenue, expenditure and debt, including taxation, budgeting and the public investment. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പബ്ലിക് ഫിനാൻസ്. യൂണിയൻ ബഡ്ജറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പബ്ലിക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പേഴ്സണൽ ഫിനാൻസ് ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ബിസിനസ് ഫിനാൻസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ അതേപോലെ തന്നെ സോഷ്യൽ ഫിനാൻസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുമായിട്ട്, സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പബ്ലിക് ഫിനാൻസ് റിലേറ്റഡ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പേഴ്സണൽ ഫിനാൻസ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്? പേഴ്സണൽ ഫിനാൻസ് എന്തൊക്കെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ: ബഡ്ജറ്റിംഗ്, ടാക്സ് കളക്ഷൻ, ദ ഫിനാൻഷ്യൽ പോളിസി ഫോർമുലേഷൻ,
ട്രേഡ് റെഗുലേഷൻസ്. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. സോ എന്തായിരിക്കും ആൻസർ എന്ന് നമുക്ക് നോക്കാം. ആൻസർ ഈസ് ബഡ്ജറ്റിംഗ്. The budget is a financial plan prepared to track the income and expenses for a specific period, usually weekly or monthly. It is often include the portion dedicated to savings money or investing for future goals such as emergencies, education or the retirement. സോ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് ബഡ്ജറ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ചെയ്യുന്നത്? ടു ട്രാക്ക് ദ ഇൻകം ആൻഡ് എക്സ്പെൻസ്. നിങ്ങളുടെ ഇൻകത്തിനെ നിങ്ങളുടെ എക്സ്പെൻസിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അത് വീക്ക്ലി ആകാം, മന്ത്ലി ആകാം, ഇയർലി ആകാം. ഇറ്റ് ഈസ് ഓഫൺ ഇൻക്ലൂഡ് എ പോർഷൻ ഡെഡിക്കേറ്റഡ് ടു, അതിൽ നിന്നൊരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റഡ് ടു സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഗോൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിനെ അറ്റൈൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എമർജൻസീസിനെ മീറ്റ് ചെയ്യാൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആൻഡ് റിട്ടയർമെന്റ് പ്ലാനുകളെ കുറിച്ച് മീറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു പോർഷൻ നിങ്ങൾ സേവിങ്സ് ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റി വെക്കുക. അതിനാണ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ എന്താണ് ഇൻകത്തിൽ നിന്ന്, ഏർണിംഗ്സിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് പൈസ സേവ് ചെയ്യുന്നു, കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. So the personal finance include which of the following activities? The right answer, budgeting. ടാക്സ് കളക്ഷൻ നടത്തുന്ന ആരാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ പോളിസി ഫോർമുലേഷൻ നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മോണിറ്ററി പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആണ്. ദെൻ അടുത്ത് പറഞ്ഞാണ് ട്രേഡ് റെഗുലേഷൻസ് ആണ്. അത് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ആയിരിക്കാം, ഇന്റർനാഷണൽ ട്രേഡ് ആയിരിക്കാം, അല്ലെ ഡൊമസ്റ്റിക് ട്രേഡ് ആയിരിക്കാം. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി ബഡ്ജറ്റിംഗ് ആണ്. പേഴ്സണൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. MCQ ആയിരുന്നു. സോ അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു സീരീസ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.